ലെബനോണിൽ കഴിഞ്ഞ ദിവസം നടന്നത് ലോകത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരുതരം സ്ഫോടന പരമ്പരയാണ്. ഒരേ സമയം 1000-ലേറെ പേജറുകളാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു. ലെബനോണിലെ സായുധ സംഘമായ ഹിസ്ബുള്ള ഇപ്പോഴും സന്ദേശങ്ങൾ കൈമാറാൻ മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകളാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകും എന്നതുകൊണ്ടാണ് ഹിസ്ബുള്ള ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ സ്ഫോടന പരമ്പരയോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുമുണ്ട്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് സംഭവം നടന്നത്. ബെയ്റൂട്ട് അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയമുണ്ടായ സ്ഫോടനങ്ങളിൽ ഹിസ്ബുള്ള അംഗങ്ങളടക്കം 2750 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള നേതാക്കളും ലെബനനിലെ ഇറാൻ അംബാസഡർ മോജ്തബ അമാനിയും ഈ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട്. പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. ശക്തമായ തിരിച്ചടി നൽകുമെന്നും അവർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരം ഒരു ഇലക്ട്രോണിക് ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണം ആസൂത്രിതം എന്നാണ് ഹിസ്ബുള്ള കരുതുന്നത്. ഇതിന് പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായ ഇസ്രയേലിന് നേരെ അവർ ആരോപണവും ഉന്നയിച്ചു. ഇസ്രയേൽ ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നും ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നുമാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്. സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയെന്ന് ഇസ്രയേലും പറയുന്നുണ്ട്. സംഭവത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കില്ലെന്നാണ് പെൻറ്റഗൺ പറയുന്നത്. മൊബൈൽ ഫോണുകൾക്ക് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ആശയവിനിമയ ഉപകരണമാണ് പേജർ. SMS പോലെ സന്ദേശം കൈമാറാൻ മാത്രം കഴിയുന്ന പേജറുകളിലൂടെ സംസാരിക്കാൻ കഴിയില്ല. പേജർ ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പം അല്ലാത്തതിനാലാണ് ഹിസ്ബുള്ള പോലുള്ള സായുധ സംഘങ്ങൾ ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപകാലത്ത് ഹിസ്ബുള്ള ഉപയോഗിച്ച് തുടങ്ങിയ പുതിയ മോഡലാണെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തിക്കുന്നതിന് മുൻപ് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് പൊട്ടിത്തെറി നടത്തിയതാകാനുള്ള സാധ്യതയാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടുന്നത്. ആസൂത്രിതമായ സ്ഫോടനമാണെങ്കിൽ ഏതാനും മാസങ്ങൾ മുതൽ 2 വർഷം വരെ ഇതിന് തയ്യാറെടുപ്പ് ആവശ്യമുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. തങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക ഉപകരണങ്ങളിൽ പോലും കടന്നു കയറാൻ ഇസ്രയേലിന് കഴിയും എന്ന തിരിച്ചറിവ് ഇസ്രയേലിൻ്റെ ശത്രുക്കളെ ഇപ്പോൾ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നത്. പേജറുകൾ നിർമ്മിക്കുന്ന ഘട്ടത്തിലും അത് വിതരണം ചെയ്യുന്ന ഘട്ടത്തിലുമെല്ലാം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ അറിവും ഇടപെടലും ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് അനുമാനങ്ങൾ. ഹിസ്ബുള്ളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളും എല്ലാം നൽകുന്നത് ഇറാനാണ്. സിറിയയും ഇറാഖും വഴിയാണ് ആയുധങ്ങളും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത്. ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത വൈരിയായ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ പോലും തിരിമറി നടത്താൻ ഇസ്രയേലിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉഗ്ര സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ വളരെ കുറഞ്ഞ അളവിൽ ആ പേജറുകളിൽ നിറച്ച ശേഷം റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാവണം സ്ഫോടനം നടത്തിയത്. ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറക്കുന്നതിന് ചില്ലറ സമയമൊന്നുമല്ല വേണ്ടത്. പുറമേ ഒന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോന്നുകയും ചെയ്യരുത്. ഒപ്പം ഈ പേജറുകളിൽ എല്ലാം ഭംഗിയായി പ്രവർത്തിക്കുകയും വേണം. ഇതിനൊക്കെ വലിയ തയ്യാറെടുപ്പ് മൊസാദ് നടത്തിയെന്നാണ് അനുമാനിക്കുന്നത്. ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതെന്ന് സംഘത്തിലെ അംഗങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതാണ് പേജർ ഉപയോഗം വർദ്ധിക്കാനുള്ള കാരണമെന്ന് കരുതുന്നു. എന്നാൽ ഒരേ സമയം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതോടെ ഹിസ്ബുള്ള മാത്രമല്ല ഞെട്ടിയത്. ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരിക്കണമെന്ന് സൈനിക വിദഗ്ധനായ ഏലിച്ച് മാഗ്നിയർ പറയുന്നുണ്ട്. എന്തായാലും ഹമാസും ഇറാനും ഹിസ്ബുള്ളയും ഒരു ചേരിയിലും ഇസ്രായേൽ മറുചേരിയിലും നിൽക്കുമ്പോൾ മധ്യേഷ്യ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.